ഹലോ സുഹൃത്തുക്കളെ, ഇന്നലെ നടന്ന കേരള സെറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ LBS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. LBSന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ആൻസർ കീസ് ലഭ്യമാണ്. നിങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റ് LBS കേരള സെറ്റ് ജാനുവരി 2026 എക്സാം അടിച്ചു നോക്കിയാൽ തന്നെ LBSന്റെ വെബ്സൈറ്റിലെത്തും. അവിടെ ആൻസർ കീസിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു വിൻഡോയിലെത്തും. അവിടെ എല്ലാ സബ്ജക്റ്റുകളുടെയും അറബിക്കിൽ തുടങ്ങി ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങി ജനറൽ പേപ്പർ ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെയും ആൻസർ കീകൾ കോഡ് എയുടെയും കോഡ് ബിയുടെയും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതത് ആൻസർ കീകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രൊവിഷണൽ ആൻസർ കീ ആണിത്. അപ്പോൾ ഇതിൽ ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 5 ദിവസമാണ് ഈ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ നമ്മളത് ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 23-ാം തീയതിയാണ്. അപ്പോൾ 28-ാം തീയതിക്കുള്ളിൽ നമ്മൾ ചലഞ്ച് ചെയ്യണം. അത് മാത്രമല്ല, ഇത് ഓൺലൈനായിട്ടല്ല ചലഞ്ച് ചെയ്യേണ്ടത്. കംപ്ലയിൻസ് ഫ്രം ദ കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് ദ ആൻസർ കീസ് വിത്ത് വാലിഡ് പ്രൂഫ് മേ ബി സെൻഡ് ടു ദ ഡയറക്ടർ LBS സെന്റർ ഓഫ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം. അതായത് ഇവിടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഫോർമാറ്റ് കിട്ടും. അതിൽ കൃത്യമായിട്ട് എന്താണ് ചലഞ്ച് ചെയ്യാനുള്ള റീസൺ, അതിന് പുറമെ വാലിഡായിട്ട് ഒരു പ്രൂഫ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ആ ഒരു പേജിൻ്റെ കോപ്പിയെങ്കിലും എടുത്തിട്ട് ആ വാലിഡായിട്ടുള്ള പ്രൂഫ് സഹിതം നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കണം. ഇതെല്ലാം 5 കലണ്ടർ ഡേയ്സിനുള്ളിൽ അവിടെ കിട്ടുക വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചലഞ്ച് ചെയ്യാനുള്ളവർ ഈ രീതിക്കാണ് ചലഞ്ച് ചെയ്യേണ്ടത്. ആൻസർ കീകൾ നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക. ഇത്തവണത്തെ സെറ്റ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പല വിഷയങ്ങളിലും കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ജനറൽ പാർട്ടിലും അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റ് പേപ്പറുകളിലൊക്കെ വന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് ഫീഡ്ബാക്ക് ആയിട്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ, കട്ട് ഓഫ് കടന്നോ എന്നുള്ളതൊക്കെ ഈ ഒരു ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത്തവണ പാസ്സാവാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. അടുത്തൊരു ചാൻസ് ഈ വർഷം ഇനിയുണ്ട്. ജൂലൈ മാസത്തിൽ വീണ്ടും ഒരു സെറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.